ഇന്നിപ്പോ എന്തിനാ അഭി അങ്ങോട്ട് പോകുന്നത്? അവിടെ ചെന്ന് ആ പയ്യൻ നിന്നോടൊരു വാക്ക് മിണ്ടുക പോലുമില്ല. വൈകിട്ട് നിരഞ്ജനെ കാണാനെന്ന് കയറുമെന്ന് പറഞ്ഞത് വിഷമത്തിൽ രാധിക ചോദിച്ചു. ഇപ്പോഴും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകാറുണ്ടമ്മ. അതുപോലെ തന്നെ പീറുപിറുക്കുന്നവരുണ്ട്. അടുത്ത് നിൽക്കുന്നവരോട് രഹസ്യം പറഞ്ഞ് കളിയാക്കിയതുപോലെ ചിരിക്കുന്നവരുമുണ്ട്. ആ മനുഷ്യൻ അതൊന്നും ചെയ്തില്ലല്ലോ. ചേർത്ത് പിടിച്ചില്ലെങ്കിലും അകറ്റി നിർത്തിയതുമില്ല. എന്തായാലും വിനയന്റെ ചികിത്സ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയില്ലേ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാലോ. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് വരാം. ഞാൻ എന്റെ പ്രയാസങ്ങളോട് പറഞ്ഞതാടാ. നിനക്ക് അവിടെ പോയി അവരെ കാണണമെങ്കിൽ നീ പോയിട്ട് വാ. ബൈക്കിൽ കയറി ഇരുന്നവൻ പറയുന്ന കേട്ട് കണ്ണു നിറഞ്ഞെങ്കിലും നേർത്തൊരു ചിരിയോടെ രാധിക പറഞ്ഞു. അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്തൊക്കെയോ ചിന്തകളിൽ അബിയുടെ മനസ്സ് കലുഷിതമായിരുന്നു. അമ്മ കരയുവാണോ? അതിന് മാത്രം എന്താമേ അവൻ പറഞ്ഞത്? അമ്മയുടെ നനകൂറിയ കണ്ണുകളിലേക്ക് നോക്കി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന ആര്യ തിരക്കി. ഒന്നുമില്ലടി, എന്റെ മോൻ കടന്നു പോയാ ഇപ്പോഴും കടന്നു പോകുന്ന വിഷമങ്ങൾ കേട്ടപ്പോ ആകെ ഒരു സങ്കടം. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു. എല്ലാം മാറും അമ്മ. ഇത്രയും മാറിയില്ലേ. എല്ലാവർക്കും എല്ലാ കാലത്തും സങ്കടം മാത്രമാവില്ലല്ലോ. അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. അവന്റെ വിഷമം അവിടെ നിൽക്കട്ടെ. നിനക്ക് പ്രവീണിന്റെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവനോടൊപ്പം ജോലി സ്ഥലത്ത് ഒരു വീടെടുത്ത് അങ്ങോട്ട് മാറിക്കൂടാ മോളെ. അവനും കൂടെ ഇവിടെ നിനക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇത് പറയില്ലായിരുന്നു. ഇതിപ്പോ 10-11 വർഷമായി നിങ്ങളെങ്ങനെ രണ്ടിടത്തായിട്ട് കഴിയാൻ തുടങ്ങിയിട്ട്. അവനെന്താ ഒരിക്കലും ഇങ്ങോട്ടൊരു മാറ്റം കിട്ടാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമ്മ പറയുന്ന കേൾക്കെ ആര്യയുടെ മുഖം വിളറിപ്പോയി. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അമ്മ. ഇന്നലെ തന്നെ അവൻ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഇതുവരെ ഇങ്ങോട്ടൊന്ന് വന്നു ആര്യയെ. അതുപോലെ വല്ലപ്പോഴും വേദുവിനോട് പ്രവീൺ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിന്നെ വിളിക്കുന്നതോ സംസാരിക്കുന്നതോ ഞാൻ കണ്ടില്ല. ഇനി നീ വാശി കാണിച്ച് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണോ എന്നൊക്കെ ഓർത്ത് പറഞ്ഞതാണ് ഞാൻ. ആര്യയുടെ വിളറി വെളുത്ത മുഖം ചുവന്ന് കലങ്ങിയ കണ്ണുകളും കാണി വല്ലായ്മയുടെ രാധിക പറഞ്ഞു. ഞാൻ അവിടെ ഇല്ലെന്ന് കരുതി പ്രവീണേട്ടന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലമേ. പ്രത്യേകിച്ച് വൈഷ്ണവിയുള്ളത്. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും വരില്ല. പിന്നെ നാളെ തിരികെ പോകാൻ നേരം പ്രവീണേട്ടൻ വരും. ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോ അധികം വൈകാതെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആളിന്. ഇല്ലെങ്കിൽ അവിടെ വീടെടുത്ത് കുടുംബസമേതം മാറുമായിരിക്കും. ഹൃദയം പിടഞ്ഞൊരു നോവോടെയാണ് അവൾക്കുള്ളിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് വന്നെന്ന് ആ നിമിഷം ആ അമ്മ അറിഞ്ഞിരുന്നില്ല. എന്താ മോളെ, നീ എന്താ പറയുന്നത്? നിനക്ക് വിഷമായല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്? ആര്യയുടെ കവളിലെ കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ട് രാധിക ചോദിച്ചു. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും അല്ലമ്മ. വൈഷ്ണവി ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ പ്രവീണേട്ടൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കി കൊടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പതർച്ചയുടെ ആര്യ പറഞ്ഞു. രാധിക എന്തോ ഒരു നിമിഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. സ്വതവേ അധിക സംസാരമോ അഞ്ജുവിനെ പോലെ ബഹളമോ ഒന്നും ഇല്ലാത്തവളാണ്. ഇപ്പൊ കുറച്ചു നാളുകളായി കുറേയേറെ ഒതുങ്ങിപ്പോയതുപോലെ. ഇവിടെ വന്ന ശേഷവും അതേ തെളിഞ്ഞൊരു ചിരി അവളുടെ മുഖത്ത് കണ്ടിട്ടില്ല. അബിയുടെ പ്രശ്നങ്ങളിലുള്ള സങ്കടവുമാകും എന്നാണ് ഇതുവരെയും കരുതിയത്. എന്നാൽ ഇന്നാദ്യമായി അങ്ങനെ അല്ലെന്നൊരു തോന്നൽ അവൾക്കുള്ളിൽ മുള പൊട്ടി തുടങ്ങിയിരുന്നു. ആര്യ ആവട്ടെ അമ്മയുടെ നോട്ടത്തിൽ പതറിക്കൊണ്ട് വേഗം മുറിയിലേക്ക് പോയി. മാംഗല്യത്തിന്റെ മുറ്റത്തെ ബൈക്ക് കൊണ്ട് ചെന്ന് നിർത്തുമ്പോൾ വെറുതെ വീടിനുള്ളിലേക്ക് കണ്ണ് പായിച്ചു അബി. ആരിത്? കയറി വാ അബി. വണ്ടിയുടെ ഒച്ചകെട്ട് ഉമ്മറത്തേക്ക് വന്ന ലക്ഷ്മി മുറ്റത്ത് മടിച്ചു നിൽക്കുന്ന അബിയെ കാണി അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ രഞ്ജു ചേട്ടനൊന്ന് കാണാൻ. അവിടെ നിന്ന് കണ്ടിട്ട് പോകാനാണോ? കയറി വാ, ഇവിടെ ഇരിപ്പുണ്ടാള്. ഹാളിലേക്ക് കണ്ണ് കാണിച്ചു പറഞ്ഞു ലക്ഷ്മി. പിശിക്ക് ഒരു ചീരയുടെ അകത്തേക്ക് കയറി അബി. തന്റെ മുന്നിലേക്ക് മടിച്ചു കയറി വന്നവനെ കാണി പാവം തോന്നിപ്പോയി നിരഞ്ജന്. ഇങ്ങോട്ടിരിക്കബി. അവനെ നോക്കി നേർത്തൊരു പുഞ്ചിരിയോടെ നിരഞ്ജൻ പറഞ്ഞു. മെല്ലെ ഒന്ന് മുള്ളിട്ട് ആ സെറ്റിലേക്ക് ഇരുന്നു അബിയും. ഇപ്പോ എങ്ങനെയുണ്ട്? മാറ്റം എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? അവൻ ഇരിക്കാൻ പറയാനെങ്കിലും 2 വാക്ക് മിണ്ടിയല്ലോ എന്നൊരു സന്തോഷത്തിൽ അബി ചോദിച്ചു. മാറ്റെന്ന് പറയാൻ കാലിനൊക്കെ കുറച്ചുകൂടെ ബലം കിട്ടുന്നുണ്ട്. പിന്നെ എഴുന്നേറ്റിരിക്കുമ്പോ ഒരിടവും പിടിച്ചില്ല. എങ്കിൽ ഇപ്പം മറിഞ്ഞു പോകുന്നില്ല. അബിയുടെ ചോദ്യത്തിന് മടി ഏതും കൂടാതെ നിരഞ്ജനും മറുപടി കൊടുത്തു തുടങ്ങിയതോടെ ലക്ഷ്മി ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. അബിയുടെ ഇവിടുത്തെ ജോലിക്ക് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇത്തിരി അലച്ചിലൊക്കെയുണ്ട്. എല്ലാ സൈറ്റിലും പോകേണ്ടി വരും. അപ്പോൾ മഴയോ വെയിലോ ഒന്നും നോക്കാതെ വണ്ടി ഓടിച്ചു പോകണം. പിന്നെ എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ കുടുംബം നന്നായി നോക്കാനുള്ള വരുമാനമൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് സംസാരിക്കാം. കുഞ്ഞൊരു ചിരിയോടെ നിരഞ്ജൻ ചോദിക്കുന്നതിന് മറുപടി പറയുമ്പോഴാണ് ലക്ഷ്മി ചായയുമായിട്ട് വന്നത്. ചായയും കുടിച്ച് കുറച്ചു നേരം കൂടെ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിരഞ്ജന്റെ മനസ്സിൽ ചെറുതാണെങ്കിലും ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അബിക്ക് കഴിഞ്ഞിരുന്നു. നീ എന്താടി പെട്ടെന്ന് പോകുന്നത് പറയുന്നത്? ആ പെണ്ണ് പോയിട്ടാണോ നീ പോകാമെന്ന് പ്രവീണിനോട് സമ്മതിച്ചത്? അല്ല, അബി വന്നിട്ട് പോയാ പോരെ? 3-4 ദിവസങ്ങൾക്ക് ശേഷം ഉച്ചയുടെ പ്രവീൺ ആര്യയെ കാണാൻ വന്നതാണ്. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ റൂമിലേക്ക് പോയി വന്നവൾ പെട്ടെന്ന് പ്രവീണിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നും പറഞ്ഞതിന്റെ ഞെട്ടൽ രാധിക ചോദിച്ചു. ഇല്ലമ്മേ,
അബി വരുമ്പോൾ അമ്മ പറഞ്ഞാൽ മതി. ഇവരെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് ജോലി സ്ഥലത്തേക്ക് തിരികെ പോവാൻ. വാടി മുഖത്തോടെ നിൽക്കുന്ന മകളെയും പുഞ്ചിരിയോടെ വേദന ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മരുമകനെയും മാറി മാറി നോക്കി രാധിക. ഇതിനു മുൻപ് ഒരിക്കലും തോന്നാത്ത എന്തോ ഒരു വിഷമം തോന്നി അവിടെ ഉള്ളിൽ ആ നിമിഷം. അല്ല, ആ വൈഷ്ണവി അവൾ പോയോ? ചോദിക്കാതിരിക്കാനായില്ല അവർക്ക്. അതൊക്കെ പോയി. അവളെ ആകാശിന്റെ ഒപ്പം പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ പോയി സ്കൂൾ ബാഗൊക്കെ എടുത്തു വെക്കട്ടെ. ആര്യെ, വേഗം ആവട്ടെ, എനിക്ക് തിരികെ പോകാനുള്ളതാണ്. പ്രവീൺ ചിരിയോടെ പറഞ്ഞിട്ട് കുഞ്ഞുമായി മുറിയിലേക്ക് പോയി. നിനക്കിപ്പോൾ പോകാൻ താല്പര്യമില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാളെന്ന് പറയേ. അങ്ങനെ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയാൽ അതെനിക്ക് വിഷമമാകും. ആര്യയുടെ വാടിയ മുഖത്ത് തലോടിക്കൊണ്ട് രാധിക പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാലും പോവേണ്ടി വരില്ലേ അമ്മേ? അപ്പൊ പിന്നെ ഇന്ന് തന്നെ പോയേക്കാം. അബി, അവനെ ഞാൻ വിളിക്കുന്നില്ല. വരുമ്പോ അമ്മ പറഞ്ഞാൽ മതി. ഞാൻ ചെന്ന് എല്ലാം എടുത്ത് ഇറങ്ങാൻ നോക്കട്ടെ. അവരെ പുണർന്ന് കവിൾ ചുണ്ട് ചേർത്ത് പറഞ്ഞിട്ട് വേഗം മുറിയിലേക്ക് പോയി. ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം ആര്യയുടെ മുഖത്തെ സങ്കടം കാണേ അവർ യാത്ര പറഞ്ഞിറങ്ങിയിട്ടും വിഷമത്തിൽ അവരും ആ മുറ്റത്തിനെ നിൽപ്പു നിന്നും. അമ്മ ഇതെന്താലോചിച്ചിരിക്കുക? ആരേലും വന്ന് വീടോടെ പൊക്കി എടുത്തുകൊണ്ട് പോയാലും അമ്മ അറിയില്ല. ഞാൻ വന്ന് ഇരുന്നിട്ട് പോലും അറിഞ്ഞില്ലല്ലോ. ഉമ്മർപ്പടിയിലിരുന്ന താടിക്ക് കൈയും കൊടുത്ത് ഏതേതോ ചിന്തയിലിരുന്ന രാധയുടെ അടുത്ത് വന്നിരുന്നിട്ട് അഞ്ചു തിരക്കി. നീ എപ്പാ വന്നു? ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു പോയതാണ്. ഇപ്പൊ അമ്മയ്ക്ക് ഇതിന് മാത്രം ചിന്തിക്കാൻ എന്താ കാര്യം അമ്മ? അമ്മ കരഞ്ഞോ? കണ്ണൊക്കെ ചുവന്നിരിക്കുന്നല്ലോ. അവരുടെ ചെറുതായി ചുവന്ന കണ്ണുകളിൽ നോക്കി അഞ്ചു തിരക്കി. ആര്യ, അവള് വേദുവിനെ കൊണ്ട് പോയി പറയുമ്പോൾ അവർക്ക് വീണ്ടും കണ്ണും നിറഞ്ഞു. എവിടെ പോയി? ആ വൈഷ്ണവി വന്നതുകൊണ്ട് ഉടനെ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞതല്ലേ ചേച്ചി? പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? പ്രവീൺ വന്നിരുന്നു. വൈഷ്ണവിയെ അവളുടെ ഭർത്താവിന്റെ കൂടെ പറഞ്ഞു വിട്ടെന്നാണ് പറഞ്ഞത്. എന്നാ പിന്നെ കുഴപ്പമില്ല, പ്രവീൺ ചേട്ടൻ അയാളെ വിളിച്ചിട്ടുണ്ടാകും ഇവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ. അഞ്ചു ആശ്വാസത്തോടെ പറഞ്ഞു. എനിക്ക് പക്ഷെ അവള് പോയപ്പോ മുതൽ ഒരു വിഷമം. അവൾക്ക് പോകാൻ മടിയുള്ളതുപോലെ തോന്നി. അതിപ്പോ ഒരാഴ്ച ഇവിടെ നിന്നതല്ലേ അമ്മേ? ചേച്ചി കല്യാണം കഴിഞ്ഞ ശേഷം വേദിന് പ്രസവിച്ച സമയത്ത് 1 മാസം എങ്ങാണ്ട് നിന്നിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ വന്ന് നിന്നിട്ടില്ലല്ലോ. ഇപ്പോ ഇത്രയും ദിവസം അടുപ്പിച്ച് നിന്നിട്ട് പോകുന്നതിന്റെ വിഷമമാകും. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. ഏട്ടൻ അവർ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നതായിരുന്നു ഇഷ്ടം. ഇന്നിപ്പോ അവര് പോകുന്നെന്ന് അറിഞ്ഞപ്പോ ഏട്ടന് സങ്കടമായിട്ടുണ്ടാകും. അഞ്ചു ആലോചനയോടെ പറഞ്ഞു. അതിനാള് പോകുന്ന കാര്യം അവനോട് പറഞ്ഞില്ല. അവൻ വരുമ്പോ ഞാൻ പറഞ്ഞാൽ മതിയെന്ന്. സാരിത്തുമ്പ് കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് അവർ പറഞ്ഞു. അതെന്താ ചേച്ചി ഏട്ടനോട് ഒന്നും വിളിച്ചു പറയാതെ പോയത്? അവൻ ജോലിക്ക് പോയതല്ലേ അഞ്ചു. പെട്ടെന്ന് ഇവര് പോയെന്ന് കേൾക്കുമ്പോൾ അവന് സങ്കടാകും. അതുകൊണ്ടാവും വിളിച്ചു പറയേണ്ടെന്ന്. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതിയെന്ന് അവള് പറഞ്ഞു. നീ ഇനിയിപ്പോ അവൻ വിളിച്ചു പറയാൻ നിൽക്കണ്ട, വരട്ടെ, വന്നിട്ട് സമാധാനമായി പറയാം. അഞ്ചുവിന്റെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. അമ്മ പറയുന്നതിന് അവൾ മറുപടിയൊന്നും പറയാതെ മെല്ലെയൊന്നും മൂളി. അവൾ നേരത്തെ പറഞ്ഞതല്ലേ ഇവിടെ വീട് വെക്കാനൊന്നും പ്രവീണിന് താല്പര്യം ഉണ്ടാവില്ലെന്ന്. അവന്റെ വീട് വിട്ട് ഇവിടെ ഒന്ന് താമസിക്കാൻ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? അവന്റെ അച്ഛൻ അവിടെയല്ലേ ഉള്ളത്. പിന്നെ ആര്യയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ വേണ്ടിയാവില്ലേ ആ വൈഷ്ണവിയെ അവളുടെ ഭർത്താവിന്റെ കൂടെ പറഞ്ഞു വിട്ടത്? ആര്യ പോയ കാര്യം പറഞ്ഞിട്ടും ഒന്നും മിണ്ടതെ കനത്ത മുഖത്തോടെ ഇരുന്ന് ചോറ് കഴിക്കുന്ന അബിയെ കാണി രാധിക പറഞ്ഞു. അവൾ പോയിക്കോട്ടെ, പക്ഷെ പോകും മുൻപ് ഒരു വാക്ക് വിളിച്ചെങ്കിലും പറയാമായിരുന്നു. കഴുപ്പ് മതിയാക്കി എഴുന്നേൽക്കുമ്പോൾ അബി പറഞ്ഞു. എടാ, നിനക്കത് സങ്കടമാകുമെന്ന് കരുതിയാണ് വിളിച്ചു പറയാഞ്ഞത്. പോകാൻ നേരം അവളും ഇതുവരെ ഇല്ലാതെ കണ്ണൻ നിറച്ചാണ് പോയത്. സങ്കടത്തോടെ അവർ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോകാം. അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ട് അബി മെല്ലെ പറഞ്ഞു. ഏട്ടന് വിഷമമായോ ആര്യേച്ചി തിരികെ പോയത്? ഉമ്മർത്തിരുന്നവന്റെ അരികിൽ ചെന്നിരുന്നുകൊണ്ട് അഞ്ചു തിരക്കി. ഏയ്, എനിക്കങ്ങനെ വിഷമമൊന്നുമില്ലടി. ആ തള്ളയും മോളെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതിനൊക്കെ വേറെ വഴി നമുക്ക് കിട്ടും. ഏട്ടാ, കാത്തിരിക്കാൻ നമുക്ക്. ഞാനില്ലേ ഏട്ടന്റെ കൂടെ കട്ടയ്ക്ക്. അവന്റെ തോളിൽ ചാഞ്ഞിരുന്നുകൊണ്ട് അഞ്ചു പറഞ്ഞു. അവളുടെ ആ ഭാവം കാണി മെല്ലെന്ന് ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അബി. രാവിലെ കോളേജിൽ പോകാനായി ഇറങ്ങിയ ഏട്ടനോടും ഏട്ടത്തോട് യാത്ര പറഞ്ഞ് ഗേറ്റിനടുത്ത് വന്ന നിവി ദൂർന്ന് നടന്നു വരുന്ന അഞ്ജുവിനെ കണ്ട് അവിടെ തന്നെ നിന്നു. എന്താ കുഞ്ഞി അവിടെ നിൽക്കുന്നത്? പോകാൻ നേരം ആയില്ലേ? നിവി അവിടെ നിൽക്കുന്ന കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ലക്ഷ്മി തിരക്കി. അഞ്ചു വരുന്നുണ്ട് ഏട്ടത്തി, ഞാൻ അവളെ കണ്ടിട്ട് നിന്നതാണ്. ലക്ഷ്മിയെ നോക്കി ചെറുചീരിയോടെ നിവി പറഞ്ഞു. ആ, എന്നാ നിങ്ങൾ വേഗം പോകാൻ നോക്ക്. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണി കൂടെയുണ്ട്. നടന്നടുത്തേക്ക് എത്തിയ അഞ്ജുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് 2 ആളോടുമായി പറഞ്ഞിട്ട് ഗേറ്റ് മടിച്ച് ലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി. എനിക്കിന്ന് നമ്മുടെ പേയോടുള്ള SBIയിൽ ഒന്നും പോകേണ്ടി വരും നിവി. അവിടുന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ കോളേജിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്രക്കിടയിൽ അഞ്ജു പറഞ്ഞു. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളെന്ന് ഏട്ടത്തോട് പറയാൻ മറന്നു പോയിടി. നീ ഉച്ചയ്ക്ക് ശേഷം ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. നിവി പെട്ടെന്ന് ഓർത്ത പോലെ പറഞ്ഞു. അതിനിപ്പെന്താ, നമുക്ക് ബാങ്കിൽ പോകാൻ നേരം ഏട്ടത്തോട് വിളിച്ചു പറയാം. നിവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.
നിന്റെ കയ്യിൽ എല്ലാത്തിനുള്ള പരിഹാരം ഉണ്ടല്ലോ. നിവി ചിരിയോടെ അഞ്ജുവിൻ്റെ കവിളിൽ നുള്ളി. പരസ്പരം കളി പറഞ്ഞും ചിരിച്ചും അവർ കോളേജിലേക്ക് യാത്രയായി. നീ എന്താ പറഞ്ഞു വരുന്നത്? ചികിത്സയ്ക്ക് ഇനി പണമില്ലെന്ന് ലക്ഷ്മി പറഞ്ഞെന്നോ? ചോദിച്ചുകൊണ്ട് അഭി അത്ഭുതത്തോടെ വിനായകനെ നോക്കി. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. എടാ, അവരിപ്പോ സ്ഥലം വിറ്റ പൈസ കൊണ്ടാണ് ചികിത്സ തുടങ്ങിയത്. അതിപ്പോ ഇത്ര പെട്ടെന്ന് തീരാനുള്ള സമയമായോ? അവർ എത്ര രൂപയ്ക്കാണ് സ്ഥലം വിറ്റെന്നോ അതിൽ എത്ര രൂപ ചിലവാക്കിയെന്നോ എനിക്കെങ്ങനെ അറിയാനാടാ? പിന്നെ ഞാൻ നിരഞ്ജനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ടിപ്പോ ഒരു മാസത്തോളമായി. ആ വകയിലെല്ലാം കൂടി ഒരു 2 ലക്ഷം രൂപ അവർക്ക് ചെലവായിട്ടുണ്ടാകും. ആലോചനയുടെ വിനായകൻ പറഞ്ഞു. അപ്പോ ആരുടെയും സഹായമില്ലാതെ നിരഞ്ജനെ ഒന്ന് എഴുന്നേറ്റിരിക്കാനും നിൽക്കാനും സാധിക്കുന്നുണ്ട്. ഒരു 3 മാസം കൂടെ ഇതുപോലെ നോക്കിയാൽ അയാൾക്ക് നടന്നു തുടങ്ങാൻ പറ്റും. പക്ഷെ അതിന് ഇപ്പോ ചെലവായതിന്റെ ഇരട്ടിയാകും. പിന്നെ അവർ ക്യാഷ് ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് വേണ്ടെന്ന് വെക്കാമെന്നല്ലാതെ വേറെ ഒന്നിനും ഒരു കുറവും വരുത്താൻ പറ്റില്ലല്ലോ. വല്ലായ്മയോടെ ഇരിക്കുന്ന അബിയുടെ തോൾ തട്ടിക്കൊണ്ട് വിനായകൻ പറഞ്ഞു. ഞാനിന്ന് ലക്ഷ്മിയോട് ചോദിച്ചു നോക്കട്ടെ, ഇനി മുന്നോട്ട് പോകാൻ എന്താ വഴിയെന്ന്. തീരെ നിവർത്തിയില്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് അവർ അറിയണ്ട കേട്ടോ. വിനായകനെ നോക്കി പറഞ്ഞു അബി. അതെന്താ നിനക്ക് അയാളോട് ഇത്രയധികം സ്നേഹം? അങ്ങനെ അവർ അറിയാതെ സഹായിക്കാനും മാത്രം എന്ത് ബന്ധമാണ് മാംഗല്യം വിട്ടുള്ളവരും നീയും തമ്മിൽ? ചെറുചിരി ചുണ്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് വിനായകൻ തിരക്കി. നിലവിൽ ഒരു ബന്ധവുമില്ല, ഇനിയൊരു ബന്ധം ഉണ്ടാക്കാനും ആഗ്രഹമില്ല. പിന്നെ സഹായിക്കുന്നത് മനുഷ്യത്വമുള്ളതുകൊണ്ട്. നിനക്ക് എന്നോട് എന്ത് ബന്ധം ഉണ്ടായിട്ടാണ് റോഡിൽ ചാവാൻ കിടന്ന എന്നെ ഈ വിധമാക്കി എൻ്റെ വീട്ടുകാർക്ക് തിരികെ കൊടുത്തത്? അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മറ്റൊരാൾക്ക് സഹായം ചെയ്യും, അത്രയുള്ളൂ. വിനായകന്റെ ആ ചുഴിഞ്ഞുള്ള നോട്ടവും ചോദ്യവും ഇഷ്ടപ്പെടാതെ അബി ഇത്തിരി കലിപ്പിൽ പറഞ്ഞു. അവൻ പറഞ്ഞതിനെ വിനായകൻ നന്നെ നീട്ടിയൊന്ന് മോളി. മോളല്ലേ, മൂക്കിന് ഇടി കിട്ടും നിനക്ക്. വിനായകന് നേരെ കൈമുഷ്ടി ചുരുട്ടി കാണിച്ചുകൊണ്ട് അബി പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല കേട്ടോ. ആ നിവിക്കൊച്ചു കൊള്ളാം, നിനക്ക് ചേരും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിരഞ്ജനോടൊന്ന് സൂചിപ്പിക്കാം. അബിയുടെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവന്റെ കൈവാക്കിലും തന്റെ കാറിനടുത്തേക്ക് ഓടിപ്പോയി വിനായകൻ. അബി ആവട്ടെ ആരെങ്കിലും കേട്ടോ എന്നറിയാൻ ചുറ്റിനും നോക്കി. ആ പാടവരമ്പത്തിൽ ആരുമില്ലെന്ന് കാണേ നെഞ്ചിൽ കൈവച്ചെന്ന് ശ്വാസം വലിച്ചു വെച്ചിട്ട് കാറിൽ കയറിയിരുന്ന് ചിരിക്കുന്നവനെ തറപ്പിച്ചു നോക്കി. പിന്നെ തന്റെ ബൈക്കും എടുത്ത് പറപ്പിച്ചു വിട്ടു വീട്ടിലേക്ക്. നിനക്കൊരു കൂട്ട് വേണം അബി. നിന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിനക്ക് ചതി പറ്റിക്കഴിഞ്ഞ് ചതിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയും. ഞാൻ കണ്ട കാഴ്ച സത്യമാണെങ്കിൽ നീ ഒരു കൊലപാതകയോ ക്രിമിനലോ ആവാതിരിക്കാൻ നിനക്ക് സ്നേഹിക്കാൻ, നിന്നെ ജീവനെ പോലെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അബി പോന്ന് നോക്കി നിൽക്കെ വിനായകന്റെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു. എന്റെ അഞ്ജു, ഇതിപ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി നടക്കാനുണ്ടല്ലോ പെണ്ണേ. ഈ കാട്ടുമുക്കിലൊക്കെ ആരാ വന്ന് അക്കൗണ്ട് തുടങ്ങുന്നേ? കുറച്ചു നേരം നടന്നതും വെയിലും ചൂടും കാണാൻ കിതപ്പോടെ നിവി പറഞ്ഞു. പണ്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെയാണ് ഇവിടെ അക്കൗണ്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2 വീട് മാറിയിട്ടും അക്കൗണ്ട് മാറ്റിയില്ല. ഏട്ടൻ കുറച്ചായി പറയുന്നുണ്ട് ഇവിടുന്ന് മാറ്റാൻ. ഇന്ന് നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സില്ല, നമ്മൾ ഫ്രീ അല്ലേ, അതാണ് ഇന്ന് തന്നെ വരാമെന്ന് വെച്ചത്. നിവിയുടെ കയ്യിൽ പിടിച്ച റോഡ് ക്രോസ് ചെയ്യാൻ നേരം അഞ്ജു പറഞ്ഞു. അല്ല, നീ ഏട്ടത്തി വിളിച്ചിട്ട് കിട്ടിയില്ലേ? എന്ത് പറഞ്ഞു ഏട്ടത്തി? ഞാൻ വിളിച്ചപ്പോ കോൾ എടുത്തു, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഡോക്ടർ വന്നിട്ടുണ്ട്, തീരുമാനം തുടങ്ങാൻ പോകുന്നു. ഏട്ടത്തി ഹെൽപ്പ് ചെയ്യുവാണ്. എന്തായാലും വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഇന്നിപ്പോ എന്തായാലും പോയിട്ട് പറയാം. ബാങ്കിന്റെ മുന്നിലെത്തിയ ആശ്വാസത്തിൽ കുഞ്ഞൊരു ചീജിയോടെ നിവി പറഞ്ഞു. ബാങ്കിനുള്ളിൽ കയറിയതും AC-യുടെ കുളിർമയിൽ നിവി കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വരട്ടെ. നിർത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിൽ നിവിയെ പിടിച്ചിരുത്തിയിട്ടാണ് അഞ്ജു കാര്യം അന്വേഷിക്കാനായി പോയത്. നിവിയുടെ കണ്ണുകൾ ബാങ്കിനുള്ളിലാകെ ഒന്ന് ഓടി നടന്നു. അതിനുള്ളിലാകെ കറങ്ങി തിരിഞ്ഞ നിവിയുടെ കണ്ണുകൾ അവൾ ഇരിക്കുന്നതിനോട് തൊട്ട് ചേർന്ന് ലോക്കർ റൂമിൽ നിന്ന് അവിടുത്തെ MD ഇട്ടൊരു സ്റ്റാഫിനോട് സംസാരിച്ച് ചിരിച്ചിറങ്ങി വരുന്ന ലക്ഷ്മിയിൽ തങ്ങി നിന്നു. ഏട്ടത്തി തന്നെയല്ലേ അത്? അപ്പോൾ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വീട്ടിൽ ആരാവും ഉണ്ടാവുക? ഇനി തോന്നിയതാണോ എന്നൊന്നുകൂടെ നോക്കിയിരുന്നിട്ടും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ഓടാൻ നിന്ന നിവി ലക്ഷ്മിയുടെ കഴുത്തിലും കയ്യിലുമൊക്കെ കിടക്കുന്ന ആഭരണങ്ങളിലും ഇട്ടിരിക്കുന്ന കുർത്തയിലുമൊക്കെ കണ്ണുടക്കി ഒരു നിമിഷം നിന്നു. ഇനി അത് ലക്ഷ്മിയല്ലേ എന്ന് വീണ്ടും വീണ്ടും നോക്കി നിവി. അതെ, ഏട്ടത്തി തന്നെയാണത്. മറ്റെന്ത് കള്ളം പറഞ്ഞാലും അവരുടെ കഴുത്തിലെ കനിമേറിയ ആ ചെയിനിൽ കിടക്കുന്ന അവർ വിറ്റുവെന്ന് പറഞ്ഞ എന്റെ അമ്മയുടേതായിരുന്ന കല്ല് പതിപ്പിച്ച താമരപ്പൂവിന്റെ മോഡലില് ആരും കൊതിക്കുന്ന ആ വലിയ ലോക്കറ്റ് കള്ളം പറയില്ലല്ലോ. അവർ ആ സ്റ്റാഫിനോട് യാത്ര പറഞ്ഞിറങ്ങി പോകുമ്പോൾ അവിടെയുള്ള വലിയ ഉരുളൻ തൂണിന് മറവിൽ നിന്നവൾ നിറഞ്ഞു തുളുമ്പിപ്പോയ കണ്ണുകൾ അമർത്തി തുടച്ചു. ലക്ഷ്മി താഴേക്ക് ഇറങ്ങിപ്പോയതും മുകളിൽ നിന്ന് നിവി താഴേക്ക് എത്തി നോക്കി. ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടാക്സിയിൽ കയറിപ്പോയവളെ കാണേ നിവിയുടെ കണ്ണുകൾ വീണ്ടും തുളുമ്പി ഒഴുകി. ചതിയാണ്, കൂടെ നിന്നുള്ള ചതി. ഈ സ്ത്രീയുടെ വിശ്വാസവഞ്ചനയ്ക്ക്
എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്? കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നിവി ബാങ്കിനുള്ളിലേക്ക് കയറി. നേരത്തെ ലക്ഷ്മിക്കൊപ്പം സംസാരിച്ച് നിന്നവരെ കാണാൻ അവിടുന്ന് ചുറ്റിനും നോക്കി. മാനേജർ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നവരുടെ അരികിലേക്ക് നേർത്തൊരു ചിരി ഒട്ടിച്ചു നടക്കുമ്പോൾ കണ്ണുകൾ ചതിക്കരുതേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു നിവിക്ക്.